ഹലോ, ഓൺലൈനിലൂടെ എങ്ങനെ നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാം? ചെറിയ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ളൊരു പ്രയാസം. കൂടുതൽ കസ്റ്റമേഴ്സ് വന്നാലാണ് നമുക്ക് ആ ബിസിനസ് നിൽക്കുന്ന പോയിന്റിൽ നിന്ന് കുറച്ച് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പലരും പ്രയാസപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഓൾറെഡി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ ബിസിനസ് സ്റ്റേ ചെയ്ത് പോകുന്നത്. മാർക്കറ്റിൽ കുറച്ച് വിഭാഗം കസ്റ്റമേഴ്സിനെ അവർക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടാവും. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ പുതിയ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ പരീക്ഷിക്കണം, അല്ലെങ്കിൽ പഠിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടും, സ്വാഭാവികമായിട്ടും ഓർഡറിൻ്റെ എണ്ണം കൂടും, റവന്യൂ കൂടും, പ്രോഫിറ്റ് കൂടും. ഇങ്ങനെ നമ്മൾ പുതിയ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. പുതിയ മാർക്കറ്റിംഗ് എഫേർട്ട്, പുതിയ മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ പരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ആ മാർക്കറ്റിംഗ് രീതി ഉപയോഗിച്ച് കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കണം. രണ്ടാമത്തതാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. കുറഞ്ഞ കോസ്റ്റിൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം. നമ്മൾ മാർക്കറ്റിങ്ങിന് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് പക്ഷെ തിരിച്ചൊന്നും നമുക്ക് കിട്ടണില്ലെങ്കിൽ അതൊരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തലവേദനയാണ്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം, കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കണം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്പീഡ് വേണം, വേഗത്തിൽ തന്നെ എത്തണം. നമ്മളൊരു മാർക്കറ്റിംഗ് എഫേർട്ട് ചെയ്യാൻ നേരത്ത് വർഷങ്ങളെടുത്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് കാര്യമില്ല, മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് പുതിയ മാർക്കറ്റിംഗ് എഫേർട്ട് തിരഞ്ഞെടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് അത് എത്തണം. ആരെങ്കിലും കണ്ടിട്ട് കാര്യമില്ല, നമ്മുടെ കറക്റ്റ് കസ്റ്റമർ അത് കാണണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ആ ഒരു മാർക്കറ്റിംഗ് എഫേർട്ട് പരീക്ഷിക്കാനും അതിലൂടെ കസ്റ്റമറെ കണ്ടെത്താനും സാധിക്കണം. 3 പറഞ്ഞാൽ വേഗതയാണ്. എന്ത് വേഗത്തിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അത് വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെപ്പോലെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ മാസ് മാർക്കറ്റ് ബ്രാൻഡിങ് ഒന്നും. അതുപോലെ ഈ സ്പീഡിൽ നമുക്ക് സംഗതി കിട്ടണം. സ്പീഡായിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇത് 3 കൂടി ഒരുമിച്ച് വരുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിലവിൽ ഇതുവരെ വന്ന മാർക്കറ്റിംഗ് രീതികൾ കോസ്റ്റ് എഫക്റ്റീവാണ്, കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും, വേഗത്തിൽ തന്നെ റിസൾട്ട് കൊണ്ടുവരാനും സാധിക്കും. ഇവിടെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെയും കുറച്ച് സെയിലുകൾ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരുന്നു എന്നാണ്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ കടന്നുവരവ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ കടന്നുവരവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ വളർച്ചയുടെ സൂചനയാണ്. അങ്ങനെ നമുക്ക് ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിലവിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇത് സോഷ്യൽ മീഡിയ മാത്രം ഇതാണ് അവസാനമാക്കുന്നതല്ല ഞാൻ പറയുന്നത്. നിലവിൽ നിങ്ങൾ എന്തൊക്കെ മാർക്കറ്റിംഗ് രീതികൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ തുടർന്ന് പൊക്കോട്ടെ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇതിനും കൂടി ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കണം. കാരണം ഇതിലൂടെയും കുറച്ച് വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്, മാർഗമുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. മാക്സിമം സോഷ്യൽ മീഡിയയുടെ ആ ഒരു പവർ നിങ്ങൾ ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അധിക സമയം ദൂരദേശത്തുള്ള കസ്റ്റമേഴ്സിന് കൊറിയർ അയച്ചു കൊടുക്കാനോ ഓൺലൈനിലൂടെ കൊടുക്കാനോ പറ്റുന്ന പ്രൊഡക്റ്റോ സർവീസൊക്കെ ആയിരിക്കും. പക്ഷെ കസ്റ്റമറെ കണ്ടെത്താൻ അറിയാത്തത് കൊണ്ട് അവരെ സെർവ് ചെയ്യാൻ സാധിക്കുന്നില്ല. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കസ്റ്റമേഴ്സിന് അറിയില്ല നിങ്ങളെന്ന സ്ഥാപനം, വ്യക്തി, പ്രൊഡക്റ്റ്, ബ്രാൻഡ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദൂരദേശത്തുള്ള കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റും. ആ ഒരു ലിമിറ്റഡ് ലൊക്കാലിറ്റിയിൽ നമ്മളുടെ സ്പേസ് ലിമിറ്റായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ആ ലൊക്കേഷൻ ലിമിറ്റഡായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റിയിലാണെങ്കിൽ ആ സിറ്റിയിലെ കസ്റ്റമറെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നില്ല, നമുക്ക് വേറെയും കസ്റ്റമറെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പ്രവാസികൾ ഒരുപാട് കസ്റ്റമേഴ്സായിട്ട് നമുക്ക് വരും. ഇപ്പോൾ പ്രവാസികൾ അവരുടെ വീട്ടിലേക്ക് ഒരു സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ പണ്ട് കാലത്തെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുവന്നു, അതല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർക്കുള്ള ആ പ്രവാസികളിലേക്ക് എത്താൻ നമുക്കുള്ളൊരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രവാസികളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് പവർ കൂടുതലുള്ള ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് ജോലി ഉണ്ടാവും, അവിടെ ബിസിനസ് ഉണ്ടാവും, പർച്ചേസിങ് പവർ ഉള്ളവരാണ് അവർ. സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രവാസ ലോകത്ത് ഇരുന്നിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും ഷോക്കേസ് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു കസ്റ്റമറെ പോലും നമുക്ക് ഓൺലൈനിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടൂളാണ്. നമ്മൾ പുതിയൊരു മാർക്കറ്റിംഗ് രീതി എന്തായാലും പരീക്ഷിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് വളരില്ല. നമുക്കിപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് ഏതെങ്കിലും മാർഗത്തിലൂടെ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ ഇറങ്ങിയാണ്, ഡയറക്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ സെല്ല് ചെയ്യുന്നു, അതൊരു മാർഗ്ഗമാണ്. ഡയറക്റ്റ് കസ്റ്റമറെ കണ്ടുപിടിച്ച് സെല്ല് ചെയ്യുക. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. ആ ഒരു ചാനലിലൂടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിനൊരു ലിമിറ്റുണ്ട്. അത് വിട്ട് പുറത്തേക്ക് കടന്നാലാണ്, കൂടുതൽ കസ്റ്റമേഴ്സ് വന്നാലാണ് നമുക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ പരീക്ഷിക്കണം. പുതിയതാവണമെന്നില്ല, പഴയ മാർക്കറ്റിംഗ് രീതി ആയാലും പ്രശ്നമില്ല. അത് അധികം ആളുകളും ഇന്ന് ഉപയോഗിക്കണില്ല. പല ആളുകളും അത് മറന്നിട്ടേക്കണ ഒരു സംഗതിയാണെങ്കിൽ അത് ആ ഒരു മാർക്കറ്റിംഗ് ചാനലിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം. പുതിയത് പഴയത് എന്ന വ്യത്യാസമില്ലാതെ തന്നെ പല ചാനലുകൾ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ചാനലുകളും നമ്മൾ പരീക്ഷിച്ച് നോക്കണം. എന്നാൽ മാത്രമാണ് ഏതാണ് നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയത്. അല്ലെങ്കിൽ 3-4 ഒരു ബിസിനസ്സിന് ഒന്നിലധികം മാർക്കറ്റിംഗ് ചാനലുകൾ സ്യൂട്ടബിൾ ആവും. അപ്പോൾ അതെല്ലാം നമ്മൾ പരീക്ഷിക്കണം. ഒന്നേലും മാത്രം നിൽക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ലിമിറ്റഡ് ആയിരിക്കും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ വളർച്ച ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ പുതിയ മാർക്കറ്റിംഗ് രീതികൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൽ പെട്ടതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ നമുക്ക് പ്രൊഡക്റ്റും സർവീസും വിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല, അതിനും കൂടിയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. സോഷ്യൽ മീഡിയയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മളൊരു ബിസിനസ് ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതിൽ പെട്ടതാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുത്തണം. അതാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇത് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് വന്നതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരെയൊക്കെ കാണാനോ കേൾക്കാനോ സാധ്യതയുണ്ടോ അവരെ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. കാരണം അവരുടെ ഓഡിയൻസ് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. അതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് പെയ്ഡ് പരസ്യങ്ങൾ. നമുക്ക് പ്ലാറ്റ്ഫോമുകൾക്ക്, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിനൊക്കെ കാശ് കൊടുത്ത് പരസ്യം ചെയ്യുന്ന രീതി. ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഓർഡറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുന്നത്. 100% എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയയെ നിങ്ങൾ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പ് തരാൻ സാധിക്കും. നിങ്ങളുടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയണത്. ബുക്കുകൾ ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണ്, ഞാൻ റീഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനത് പരീക്ഷിച്ച് നോക്കും, അത് വർക്കൗട്ട് ആവുമെന്നുള്ളത്. അങ്ങനെ പരീക്ഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലും മറ്റു മാർക്കറ്റിലും എല്ലാം നിന്ന് പല പ്രൊഡക്റ്റുകൾ ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല റീസെല്ലിംഗ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട്. ഞാനിതിലൂടെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതോടുകൂടി ബിസിനസ് രക്ഷപ്പെടും എന്നൊന്നും വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിലവിൽ നിങ്ങൾക്കുള്ള കസ്റ്റമേഴ്സിനേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എന്തായാലും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം. പുതിയ മാർക്കറ്റിംഗ് എഫേർട്ടായിട്ട് അതിനെ കാണാം, പുതിയ മാർക്കറ്റിംഗ് ചാനലായിട്ട് കാണാം. ഈ പുതിയതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് വെച്ചുകൊണ്ട് നമുക്ക് വളരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുതിയതെന്ന് പറയണം. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ബിസിനസ്സിന് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.